CPIM പാർട്ടി കോൺഗ്രസ് വിശാഖപട്ടണത്ത് പുരോഗമിക്കുകയാണ്. ഇന്നത്തെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഇപ്പോൾ സന്തോഷ് സെർലിംഗ് ചേരുന്നു. സന്തോഷ്, വിശാഖപട്ടണം എന്നുള്ള റിപ്പോർട്ട്, പ്രത്യേകിച്ചും ഇന്ന് CPIM ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ടിൻ്റെ മാധ്യമപ്രവർത്തകരെ കണ്ടിരുന്നു. ചില വെളിപ്പെടുത്തുകൾ ഉണ്ടായിട്ടുണ്ട്. ഇടത് ഐക്യം തെരഞ്ഞെടുപ്പ് സഖ്യം മാത്രമല്ല CPIM ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് പറഞ്ഞിട്ടുണ്ട്. അതേസമയം ദേശീയ തലത്തിൽ മൂന്നാം മുന്നണിക്ക് യാതൊരുവിധ പ്രസക്തിയുമില്ലെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ. പ്രദീപ്, 21ാം പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയ അടവ് നയത്തിന്റെ പ്രസക്തമായ കാര്യങ്ങളാണ് പ്രകാശ് കാരാട്ട് വൈകുന്നേരത്തോടുകൂടി മാധ്യമങ്ങളെ കണ്ട് വ്യക്തമാക്കിയത്. കാരണം ഒരു ഇടത് ശക്തിയാണ് ഇനി വർഗീയ ബൂർഷ്വ പാർട്ടികൾക്കെതിരെ വളർന്നു വരേണ്ടത്. പക്ഷേ ആ ഇടത് സഖ്യം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമുണ്ടാകുന്നൊരു സഖ്യമല്ല. ആശയപരമായി ബൂർഷ്വ പാർട്ടികൾക്കെതിരെ ഒരു ബദലായി നിൽക്കാൻ ഈ ഇടത് പാർട്ടികൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്നാണ് 21ാം പാർട്ടി കോൺഗ്രസ് വിലയിരുത്തിയിരിക്കുന്നത്. എന്തായാലും 21ാം പാർട്ടി കോൺഗ്രസ് നടത്തുന്ന ചർച്ചയുടെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. രാഷ്ട്രീയ അവലോകന നയത്തിൻ്റെ ഏറ്റവും അവസാനഘട്ട ചർച്ചകളാണ് ഇപ്പോൾ ഇവിടെ സമ്മേളന ഹാളിൽ പുരോഗമിക്കുന്നത്. വിവിധ സംസ്ഥാന പ്രതിനിധികൾ ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. കേരളത്തിൽ നിന്നും 4 പേരാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചത്. P. രാജീവ്, VV ദക്ഷിണാമൂർത്തി അടക്കമുള്ളവർ രാവിലെ തന്നെ സംസ്ഥാനത്തിൻ്റെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. പൊതു അഭിപ്രായം ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് രാഷ്ട്രീയ അടവ് നയ അവലോകനം ഇപ്പോൾ പാർട്ടി ചെയ്തത് എല്ലാ പ്രതിനിധികളും ഏകകണ്ഠമായി തന്നെ സ്വീകരിക്കുകയും ചെയ്തു. ഇത് നേരത്തെ ചർച്ച ചെയ്യേണ്ടതായിരുന്നു എന്ന അഭിപ്രായം വരെ പല പ്രതിനിധികൾ ഉയർത്തിക്കാട്ടുകയും ചെയ്തിരുന്നു. കാരണം നേരത്തെ തന്നെ രാഷ്ട്രീയ അടവ് നയത്തിൻ്റെ ഭാഗമായ ഒരു മൂന്നാം ശക്തിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് പല ചർച്ചകൾ ഉണ്ടായപ്പോൾ പോലും പ്രാദേശിക പാർട്ടികളുമായി കൂട്ടിച്ചേർന്നിരുന്നു. പക്ഷേ അപ്പോൾ പോലും ചില ബൂർഷ്വ പാർട്ടികൾ അതിൽ ഉണ്ടായി, ബൂർഷ്വ പാർട്ടികളുമായി കൂട്ടിച്ചേരേണ്ടി വന്നു. പക്ഷേ അത് അത്തരമൊരു സഖ്യത്തിൻ്റെ ഒരു തകർച്ചയ്ക്ക് നയിച്ചു എന്നാണ് 21ാം പാർട്ടി കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നത്. ചില പാർട്ടികളുടെ പേരുകൾ തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. AIDMK, ബിജു ജനതാദൾ, തെലുങ്കുദേശം പോലുള്ള പാർട്ടികൾ ബൂർഷ്വ സ്വാധീനമുള്ള പാർട്ടികളായിരുന്നു. അവരുമായി കൂട്ടിച്ചേർന്നത് പോലും വലിയ വീഴ്ചയുണ്ടായി എന്നാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ളത് ഇടതു പാർട്ടികളുടെ ഏകീകരണവും വളർച്ചയുമാണ്, ശക്തി വർദ്ധിപ്പിക്കുക എന്നാണ്. പക്ഷേ അതൊരു തെരഞ്ഞെടുപ്പ് സഖ്യമല്ല, അതിനപ്പുറത്തേക്ക് പാർട്ടി വളരണം എന്നാണ് പ്രകാശ് കാരാട്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് എത്രത്തോളം നിർണായകമാണ് എന്ന് വ്യക്തമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് 3 മാസം മുമ്പ് കേന്ദ്ര കമ്മിറ്റി പുറത്തിറക്കിയ ഈ കരട് അവലോകന റിപ്പോർട്ടിന്മേൽ 1432 ഭേദഗതികൾ വിവിധ സംസ്ഥാന പ്രതിനിധികൾ, സംസ്ഥാന ഘടകങ്ങളും പാർട്ടിക്ക് നൽകി. 136 നിർദ്ദേശങ്ങൾ. തീർച്ചയായും അത്തരം കാര്യങ്ങൾ നമുക്ക് കൂടുതൽ വിവരങ്ങളിലേക്ക് വരാം. ഇപ്പോൾ നമ്മോടൊപ്പം ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്ന പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകരായ ശ്രീ ഭാസുരേന്ദ്ര ബാബു, ശ്രീ SR ശക്തിധരൻ, അതോടൊപ്പം ഡൽഹിയിൽ നിന്ന് ശ്രീ PV തോമസ് ചേരുന്നു. പ്രമുഖ മാധ്യമ പ്രവർത്തകരായ അജിത് മംഗളം, അതോടൊപ്പം തന്നെ രാംദാസ് വയനാട്ടിൽ നിന്ന് മാധ്യമപ്രതിനിധി ചേരുന്നു. ഒപ്പം ജനതാദൾ യുണൈറ്റഡിൻ്റെ നേതാവായിട്ടുള്ള ഷെയ്ഖ് P. ഹാരിസ് നമ്മോടൊപ്പം തത്സമയം ചേരുന്നു. ആദ്യം ശ്രീ ഭാസുരേന്ദ്ര ബാബുവിലേക്ക് തന്നെ പോകുന്നു. ഈ അടവ് നയം അല്ലെങ്കിൽ രാഷ്ട്രീയ അടവ് നയ അവലോകനം, അതിൻ്റെ ഈ ഒരു ഘട്ടത്തിൽ ചർച്ചകൾ പൂർത്തിയാക്കി അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചതാണ് ഇന്ന് പ്രകാശ് കാരാട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ യാതൊരു വിധത്തിലുള്ള ഇത്രയധികം തിരുത്തലുകളൊക്കെ വന്നെങ്കിൽ പോലും യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളും ഇല്ലാതെ തന്നെയാണ് ഇത് പാസ്സാക്കാൻ പോകുന്നതെന്നാണ് പ്രകാശ് കാരാട്ട് വ്യക്തമാക്കിയത്. അല്ല, അതിനകത്ത് ഇപ്പം സംഭവിച്ചിരിക്കുന്നത് എന്താണ്? LDF അല്ലെങ്കിൽ മുന്നണി 2 കാര്യങ്ങളാണ് പറഞ്ഞത്. മുന്നണി അങ്ങേയറ്റം വിശാലമായ മുന്നണിയെക്കുറിച്ച് സങ്കല്പിക്കുക. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ, ഇടതുപക്ഷ പാർട്ടികളുടെ, ഇടതുപക്ഷ ഗ്രൂപ്പുകളുടെ, ഇടതുപക്ഷത്ത് നിൽക്കുന്ന വ്യക്തികളെ കൂടി ഉൾക്കൊള്ളുന്ന രീതിയിൽ ഇത്ര വിപുലമായ ഒരിക്കലും സംസാരിച്ചിട്ടില്ല. വ്യക്തികളെ അടക്കം ഏകോപിപ്പിക്കുന്ന രീതിയിലുള്ള മുന്നണി. ആ മുന്നണിയുടെ സവിശേഷത തെരഞ്ഞെടുപ്പ് മുന്നണി മാത്രമായിരിക്കില്ല. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം പ്രമുഖമായിരിക്കുന്ന ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പേതര മുന്നണിയുടെ സ്വഭാവം എന്തെന്ന് ഇവർ പറയുമ്പോഴേ നമുക്കിനി മനസ്സിലാവുകയുള്ളൂ. ഏതായാലും തെരഞ്ഞെടുപ്പിന് മാത്രമായി ലക്ഷ്യം വയ്ക്കുന്നൊരു മുന്നണിയായിരിക്കില്ല. 2 പ്രധാന വെല്ലുവിളികളെയാണ് നേരിടുന്നതായി ഈ 21ാം പാർട്ടി കോൺഗ്രസിന് ശേഷം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്ന്, ഉദാരീകരണത്തിലൂടെ സംജാതമായ മൂലധന വിന്യാസത്തിൻ്റെ ഭാവപ്പകർച്ച, അതുമായി ബന്ധപ്പെട്ട വർഗബന്ധങ്ങളിൽ വന്നിരിക്കുന്ന മാറ്റം. പുതിയ ഇടത്തരം വർഗം വളർന്നു വന്നിട്ടുണ്ട്. ആ ഇടത്തരം വർഗത്തിൻ്റെ വികാരങ്ങൾ എപ്രകാരമാണ് അഭിസംബോധന ചെയ്യേണ്ടത്? ഈ 3 കാര്യങ്ങളാണ് ആ രംഗത്തുള്ളതെങ്കിൽ, മറുവശത്ത് സംഘപരിവാരം അധികാരത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന വലിയ അപകടം. ഇതിൻ്റെ മുന്നിൽ വിശാലമായ മുന്നണികളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ സംഘപരിവാര വിരുദ്ധ മുന്നണി എന്ന നിലയ്ക്കാണ് ആ വീക്ഷണം വളരുന്നത്. അവിടെ കോൺഗ്രസിൻ്റെ നിലപാട് എന്തായിരിക്കും? കോൺഗ്രസിനെ എങ്ങനെയാണ് പ്ലേസ് ചെയ്യാൻ പോകുന്നത്? പഴയതുമാതിരി കോൺഗ്രസ് വിരുദ്ധ
മുന്നണിയോ കോൺഗ്രസ് BJP വിരുദ്ധ മുന്നണിയോ എന്നതിൽ നിന്ന് മാറി സംഘപരിവാര വിരുദ്ധ മുന്നണിയോ ഐക്യമോ എന്ന സാഹചര്യങ്ങളിലേക്ക് നീങ്ങും. അതാണ് ഈ പാർട്ടി കോൺഗ്രസിന് ശേഷം സംഭവിക്കാൻ പോകുന്ന പ്രധാന വ്യത്യാസം. ശ്രീ അജിത് കുമാർ, താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ, CPIM വളരെ കൃത്യമായി പറയുന്നു, ജയലളിത നൽകിയ അടി നന്നായി കൊണ്ടതുപോലെയാണ് ഇപ്പോൾ ദേശീയ തലത്തിൽ മൂന്നാം മുന്നണിക്ക് പ്രസക്തി ഇല്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നതിലേക്ക് വന്നതെന്ന് ഇന്ന് പ്രകാശ് കാരാട്ട് തന്നെ അക്കമിട്ട് പറയുകയുണ്ടായി. ആദ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഈ സ്വന്തം വർഷങ്ങളായി ലഭിച്ച തഴമ്പിൻ്റെ ഒരു ലഹരിയിൽ നിന്ന് മാറണം. കാരണം എന്തെങ്കിലും ഒരു രാഷ്ട്രീയ നിലപാടെടുക്കുകയും അതിനുശേഷം അതിനൊരു അപജയം സംഭവിക്കുമ്പോൾ അതിനെ തള്ളിപ്പറയുകയും ചെയ്യുമ്പോൾ ആ തള്ളിപ്പറഞ്ഞു ഞങ്ങളിത് ഉപേക്ഷിച്ചിരിക്കുന്നു, ഈ പഴയ തഴമ്പിൻ്റെ കാഠിന്യം ഞങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പറയാനുള്ള ആർജവം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നേടണം. ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്താ? ഇതുവരെ പറഞ്ഞിരിക്കുന്ന മൂന്നാം മുന്നണി, അതിനു മുമ്പ് ഇടതുപക്ഷ ഐക്യവും ഇടതുപക്ഷ വിശാല ഐക്യവും, അങ്ങനെ രണ്ട് തരം ഐക്യമുന്നണികളുണ്ടായിരുന്നു. അത് എല്ലായ്പ്പോഴും പറഞ്ഞിരിക്കുന്നത് ഇതൊന്നും ഭരണത്തിന് വേണ്ടിയല്ല. ഭാസുരേന്ദ്ര ബാബു പറഞ്ഞ പോലെ ഭരണത്തിന് വേണ്ടി അല്ലെങ്കിൽ പിന്നെ എന്തിനാണ്? അപ്പോൾ ഭരണത്തിന് വേണ്ടിയല്ല എന്ന് പറയുകയും ഭരണത്തിന് വേണ്ടി മാത്രമായിട്ട് മുന്നണികൾ രൂപപ്പെടുത്തുകയും അതിൻ്റെ അപജയം വരുമ്പോൾ അതിനെ തള്ളിപ്പറയുകയും എന്നിട്ട് ആ തെറ്റുകളെ ഏറ്റുപറയാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഹിപ്പോക്രസി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും മാർക്സിസ്റ്റ് പാർട്ടിക്കും ഉണ്ട് എന്നുള്ളത് നമ്മൾ അംഗീകരിക്കണം. ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോൾ പാർട്ടി കോൺഗ്രസ്സിൽ എന്താ ചെയ്തിരിക്കുന്നത്? ഇടതുപക്ഷ ഒരു പ്രാദേശികമായ രാഷ്ട്രീയ സംസ്ഥാനതല മുന്നണികളാകാം. ആ സംസ്ഥാനതല മുന്നണികൾ എന്താ വിപ്ലവം ഉണ്ടാക്കാനാ? സംസ്ഥാന ഭരണം പിടിക്കാൻ വേണ്ടി മാത്രമാണ്. ആ സംസ്ഥാനതല മുന്നണികൾ ഭരണം പിടിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. ആ ഭരണം പിടിക്കാൻ വേണ്ടിയുള്ളതും ഇടതുപക്ഷ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വേണ്ടി ഉള്ള വേറെ മുന്നണിയും എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഭരണം പിടിക്കാൻ വേണ്ടിയുള്ള മുന്നണിയാണ് സംസ്ഥാന തലത്തിൽ വരാൻ പോകുന്നത്. ആ ഞാൻ ചോദിച്ചോട്ടെ, മാർക്സിസ്റ്റ് പാർട്ടിയെ പോലെ മാർക്സിസ്റ്റ് പാർട്ടി ഈ രാജ്യത്ത് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെയുള്ള മാർക്സിസ്റ്റ് പാർട്ടി ഈ ഡൽഹിയിൽ പോലും ആം ആദ്മി പാർട്ടിയുടെ ഒരു ഘടന ആ തരത്തിൽ കടന്നു കയറാൻ, ചേരികളിലേക്ക് കടക്കാൻ, AKG ഭവനിലിരുന്ന് AC-ക്കകത്തിരുന്ന് ഭക്ഷണവും കഴിച്ച് ചർച്ചയും നടത്തി പിരിയുന്നതാണ് ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി രാഷ്ട്രീയം. ഒരു പക്ഷേ അജിത് കുമാർ, ഇത് അടവ് നയരേഖ അല്ലെങ്കിൽ നാളത്തെ യോഗത്തിന് ശേഷം വരുന്ന തീരുമാനങ്ങൾ ഒരു പക്ഷേ താങ്കളെ മാറ്റി ചിന്തിപ്പിച്ചേക്കാം. ശ്രീ SR ശക്തിധരനെ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ സാധിക്കുമെന്ന് കരുതുന്നു. അതായത് അവസരവാദപരമായുള്ള നീക്കുപോക്കുകളാണ് CPIM ഇപ്പോൾ നടത്തുന്നത് എന്നാണ് ശ്രീ അജിത് കുമാർ നേരിട്ട് തന്നെ ആരോപിക്കുന്നത്. അല്ല, അങ്ങനെ നടത്തിയിട്ടില്ല എന്ന് പറയാനൊന്നും എന്നെക്കൊണ്ട് സാധിക്കുന്നുമില്ല. അങ്ങനെയും നടന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഒരു രാജ്യത്തിൻ്റെ രാഷ്ട്രീയം ഏതെല്ലാം ദിശകളിലേക്ക് മാറുന്നു എന്നതിനെ ആസ്പദമാക്കിയും ആശ്രയിച്ചുമാണ് ചില നിലപാടുകൾ എടുക്കുന്നത്. ശരിയാണ്, പലതരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം രൂപം കൊണ്ട കാലം മുതൽക്ക് തന്നെ പ്രവർത്തിച്ചു വന്നിട്ടുണ്ട്. അതിനകത്ത് ചില സമയത്ത് വിപ്ലവകരമായ ആയുധമെടുക്കുന്ന പരിപാടികളും നടത്തി നോക്കിയിട്ടുണ്ട്. അതൊന്നും പ്രായോഗികമല്ല, ഒരു ജനാധിപത്യം നിലനിൽക്കുന്ന രാജ്യത്ത് പ്രായോഗികമല്ല എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് വളരെ എളുപ്പം തന്നെ പാർട്ടിക്ക് കഴിയുകയും ആ രീതിയിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തു. അതിനുശേഷമാണ് പാർലമെൻറ്റും പാർലമെൻറ്റേതര പ്രവർത്തനവും എന്നൊക്കെയുള്ള പുതിയ വ്യാഖ്യാനങ്ങളും പുതിയ നിലപാടുകളും ഒക്കെ വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ആ ജനാധിപത്യ രാജ്യത്തിലെ ഈ പാർട്ടിക്ക് പ്രവർത്തിക്കാൻ കഴിയൂ. മറ്റുള്ളതൊക്കെ വെറും വാചകോടിയാണ്. ഇതിൽ തന്നെ നമ്മോടൊപ്പം ശ്രീ PV തോമസ് ഡൽഹിയിൽ നിന്ന് ചേരുന്നു. താങ്കളുടെ നിരീക്ഷണത്തിൽ തീർച്ചയായും ഇന്ന് CPIM ജനറൽ സെക്രട്ടറി പറഞ്ഞ കാര്യവും ഇന്ന് ദേശീയ തലത്തിൽ ഡൽഹിയിലുണ്ടായ ഒരു സംഭവ വികാസവും, പ്രത്യേകിച്ച് 6 ജനതാ സംഘടനകൾ ഒന്നായി ചേർന്നിരിക്കുന്നു, ലാലു പ്രസാദ് യാദവ് ഉൾപ്പെടെയുള്ളവർ മുലായം സിംഗ് യാദവിൻ്റെ നേതൃത്വത്തിൽ, ഇത് കൂട്ടി വായിക്കുമ്പോൾ തീർച്ചയായും ദേശീയ തലത്തിൽ ഒരു മുന്നണിക്ക് ശക്തമായ ഒരു ബദലിന് സാധ്യത ഉയർന്നു വരുന്നുണ്ടോ? അല്ലെങ്കിൽ CPIM വീണ്ടും തിരുത്തേണ്ടി വരുമോ? അല്ലെങ്കിൽ CPIM-ന്റെ നിലപാടാണോ ശരി? ഇത് CPIM-ൻ്റെ ഈ കോൺഗ്രസ് നടക്കുന്നത് വളരെ രാഷ്ട്രീയമായിട്ട് വളരെ നിർണായകമായൊരു ഘട്ടത്തിലാണ്. അതായത് ലോക്സഭയിൽ 9 സീറ്റോ അല്ലെങ്കിൽ 2 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 11 സീറ്റോ ഇങ്ങനെയൊക്കെ വളരെ താഴ്ന്ന് ബംഗാളിൽ പാർട്ടി നശിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിൽ വരുമ്പോൾ ഇപ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഔട്ട് ഓഫ് ദ ബോക്സിൽ ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. ആ തെരഞ്ഞെടുപ്പിൻ്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രകാശ് കാരാട്ടിൻ്റെ ഈ പ്രസ്താവന കാണുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചല്ല ഇതിൻ്റെ ഐക്യം എന്ന് പറയുന്നു. അതുപോലെ മൂന്നാം മുന്നണി അപ്രസക്തമാണെന്ന് പറയുന്നു. തെരഞ്ഞെടുപ്പല്ല, അധികാരമല്ലെങ്കിൽ പിന്നെ എന്താ വേറെന്താണ് പരിപാടി? അപ്പോൾ അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ CPIM
തീർച്ചയായിട്ടും രാഷ്ട്രീയത്തെ പ്രായോഗികമായിട്ട് കണക്കിൽ കൊടുത്തുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് 18-ാം നൂറ്റാണ്ടിലെ ജർമ്മനിയിലെയോ അല്ലെങ്കിലുള്ള സംഭവങ്ങളൊന്നും വെച്ചുകൊണ്ട് ഇനിയും തുഴഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞാൽ തികച്ചും തറ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് ചിന്തിക്കുവാൻ കഴിവുള്ള ഗ്രാസ് റൂട്ട് ലെവലിൽ ബന്ധമുള്ള നേതാക്കന്മാർ വരണം. പ്രകാശ് കാരാട്ടിന് സാധിച്ചിട്ടില്ല. അദ്ദേഹം ഒരു വൻ പരാജയമായിരുന്നു എന്ന് ഞാൻ പറയാം. അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന ആരാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ആ വരാൻ പോകുന്നവരും ക്യാമ്പസ് പൊളിറ്റിക്സ് കൊണ്ടൊന്നും കമ്മ്യൂണിസം രക്ഷപ്പെടാൻ പോകുന്നില്ല. കമ്മ്യൂണിസം രക്ഷപ്പെടണമെങ്കിൽ ഇതുപോലെ തന്നെ ആം ആദ്മി പാർട്ടി ചെയ്ത പോലെയൊക്കെ തന്നെ ഇത് കുറേ പാർട്ട് ടൈം കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. മറ്റ് റിയൽ എസ്റ്റേറ്റിലോ ഇപ്പോൾ പാർട്ടിയിൽ തന്നെ പറഞ്ഞു റിയൽ എസ്റ്റേറ്റോ അതുപോലെ കാര്യങ്ങളിലേക്കും കേന്ദ്രീകരിച്ച് നടക്കുന്നവരുണ്ട്. അങ്ങനെയൊന്നും ഈ പാർട്ടി രക്ഷപ്പെടാൻ പോകുന്നില്ല. ഈ പാർട്ടി അതിൻ്റെ പ്രതിബദ്ധതയോടെ ശക്തിയോടെ ആഞ്ഞടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്പേസ് ഇന്നും രാഷ്ട്രീയത്തിലുണ്ട്. പക്ഷെ അത് ഇവർക്കാർക്കും സാധിക്കില്ല. ശ്രീ പി വി തോമസ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ CPIM പ്രത്യേകിച്ചും വളരെ സ്വതന്ത്രമായി ശക്തിപ്പെടേണ്ടതും അതോടൊപ്പം തന്നെ ഐക്യം വിപുലമാക്കേണ്ടതും നിർണായകമാണ്. താങ്കളെപ്പോലുള്ളവരുടെ ആ ഒരു വിഷമം അത് വാക്കുകളോടെ വരുമ്പോൾ തിരിച്ചറിയുന്നതിനൊപ്പം തന്നെ ഇപ്രാവശ്യത്തെ CPIM 21-ാം പാർട്ടി കോൺഗ്രസിൽ ഏറ്റവും പ്രധാനമായി സ്വയം വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്ന സ്വയം വിമർശനങ്ങളോടുകൂടി തന്നെ തിരുത്തലുകൾ വരുത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഇത്തരം രാഷ്ട്രീയ പാർട്ടി ഉണ്ടോ എന്ന് നമുക്ക് സംശയമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായും പുതിയ പുതിയ തീരുമാനങ്ങൾ, നടപടികൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ ഈ പാർട്ടി കോൺഗ്രസിന് ശേഷം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിച്ചുകൂടെ? പ്രതീക്ഷിക്കാം. 1995 തൊട്ട് ഞാൻ 15-ാം പാർട്ടി കോൺഗ്രസ് ചാണ്ടിയിൽ നടക്കുമ്പോൾ തൊട്ട് ഞാൻ കവർ ചെയ്യുന്നതാണത്. അതിനുശേഷം ഞാൻ 3-4 കോൺഗ്രസ് കവർ ചെയ്തിട്ടുണ്ട് വ്യക്തിപരമായിട്ട് ഫിസിക്കലി പോയിട്ട്. ഇപ്പം ഞാനത് ശരിക്കും ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു കാര്യത്തിലും യാതൊരു ഒരു തീരുമാനമായിട്ട് മുമ്പോട്ട് വരുന്നില്ല. എന്താ പ്രൊലറ്റേറിയൻ റവല്യൂഷൻ വേണോ, അത് അഗ്രേറിയൻ റവല്യൂഷൻ വേണോ എന്നൊക്കെയാണ് ഇപ്പോഴത്തെ ചിന്താ വിഷയം. ഇപ്പോൾ പറയുന്നു നമുക്ക് ഒരു മുൻകൈ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വരാൻ പാടുള്ളൂ, ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് ജയിക്കുന്നതല്ല നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെയുള്ള അപ്രായോഗികമായിട്ടുള്ള രാഷ്ട്രീയം വിട്ടിട്ട് ശരിക്കും ഇന്നത്തെ ഇന്ത്യയിലെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് വരാൻ പറ്റിയാൽ മാത്രമേ ഈ പാർട്ടിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള 9 സീറ്റിൽ നിന്നും വീണ്ടും പുറകോട്ട് പോകുള്ളൂ. ബംഗാളിലെ 3-4 സ്ഥാനത്തേക്ക് പോയിരിക്കും. അത് മനസ്സിലാക്കാൻ സാധിക്കാത്ത നേതാക്കന്മാർ അവർ ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ സുഹൃത്ത് പറഞ്ഞ പോലെ തന്നെ AKG ഭവനിലെ AC-യിൽ ഇരുന്നുകൊണ്ടൊന്നും ചിന്തിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. ഗ്രാസ് റൂട്ട് ലെവലിൽ ആശയ അടിത്തറ ശക്തമാക്കാൻ കുറച്ചുകൂടി ചടുലത ആവശ്യമല്ലേ CPIM? അല്ല, സംസ്ഥാന തലത്തിലെ മുന്നണി എന്നതാണ് പ്രദീപ് ഇപ്പം ഇവർ പറയുന്നത് ശരിയുമാണ്. സംസ്ഥാന അടിസ്ഥാനത്തിൽ മുന്നണി സങ്കല്പത്തെ വികേന്ദ്രീകരിക്കുന്നു. സംസ്ഥാന അടിസ്ഥാനത്തിൽ മുന്നണി സങ്കല്പത്തെ വികേന്ദ്രീകരിക്കുമ്പോൾ ഇതിനു മുമ്പ് എങ്ങനെയായിരുന്നു? സംസ്ഥാന അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നല്ലോ മുന്നണി സങ്കല്പം. ഇടതുപക്ഷ മുന്നണിയാണ് ബംഗാളിലുണ്ടായിരുന്നെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് കേരളത്തിൽ. രണ്ടും അംഗീകരിക്കപ്പെട്ടിരുന്നു. ആകെ 3 സംസ്ഥാനങ്ങളിൽ ബംഗാളിൽ കനത്ത തിരിച്ചടിയിലേക്ക് പോകുന്നു. ത്രിപുര അത്ര സിഗ്നിഫിക്കൻറ്റുമല്ല. അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ മാത്രമാണ് അടിസ്ഥാനതല പാർട്ടി നിൽക്കുന്നത്. ഇത്രയും വിഭാഗീയതയ്ക്കിടയിലും അത് നിലനിർത്തിക്കൊണ്ട് പോയത് ഒരുപക്ഷെ പിണറായി വിജയൻ്റെ നേതൃപരമായ പാഠവുമായിരിക്കും. ഏതായാലും ഈ കഴിഞ്ഞ 12 വർഷത്തിന് ശേഷവും അടിസ്ഥാന തലത്തിൽ പാർട്ടി അതിൻ്റെ അധികാരത്തിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രത്യയശാസ്ത്ര മണ്ഡലത്തിൽ അതിൻ്റെ ചുവട് ഉറപ്പിച്ചിരിക്കുന്നത് കൊണ്ടാണ് സഖ്യൻ ഇപ്പുറത്തേക്ക് സംഘപരിവാരത്തിന് കടന്നു വരാൻ കഴിയാത്തത്. ഒരു ഉരുക്ക് കോട്ടയായിട്ട് ഇപ്പോഴും ഒരളവോളം CPIM-ന് കേരളത്തിൽ നിലനിൽക്കാൻ കഴിയുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ അസറ്റ്. ഈ അസറ്റിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള കാഴ്ചപ്പാട് ഉയർത്തിക്കൊണ്ടുവരാൻ എത്ര കഴിയും? ഒരുപക്ഷെ അതായിരിക്കും. അതിനുള്ള സാധ്യ സ്ഥലങ്ങൾ തേടാൻ ഒരുപക്ഷെ ശ്രീ അജിത് കുമാർ ഈ ആഗോളവൽക്കരണത്തിന്റെ സ്വാധീന വലയത്തിൽപ്പെട്ട് വർഗ ബഹുജനങ്ങളാവട്ടെ അല്ലെങ്കിൽ യുവതലമുറയാവട്ടെ ചില മാറ്റങ്ങൾക്ക് അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ ചില മാറ്റങ്ങൾക്ക് വിധേയരാവുകയും CPIM എന്നുള്ള സംഘടന ഏതോ വലിയ പ്രശ്നക്കാരാണെന്ന രീതിയിൽ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നതിലും ഒരു പൊരുത്തക്കേടില്ലേ ശ്രീ അജിത് കുമാർ? പ്രദീപ്, ഈ ആഗോളവൽക്കരണം എന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ കുഴപ്പത്തിലാക്കാതെ ആഗോളവൽക്കരണം അവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ എല്ലാ റിപ്പോർട്ടിങ്ങിലും ആദ്യം അഖില ലോക റിപ്പോർട്ടിംഗാണ് ആഗോളവൽക്കരണം, അഖില ലോക റിപ്പോർട്ടിംഗ്. അത് റഷ്യ പോയി. ഞാൻ ചോദിക്കുന്ന ക്യൂബയും കൊറിയയും വരെ കുടുംബാധിപത്യത്തിലാണ്. പിന്നെ എവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആഗോളവൽക്കരണം അല്ലെങ്കിൽ അന്താരാഷ്ട്ര റിപ്പോർട്ടിംഗ്, അന്താരാഷ്ട്ര രാഷ്ട്രീയത്തെക്കുറിച്ച് പറയാൻ കഴിയും? അത് പോയി. അടുത്ത് ഭാസുരേന്ദ്ര ബാബുവിനെ പോലുള്ള ആൾക്കാർ മാർക്സിസ്റ്റ് പാർട്ടിയെ വഴിതെറ്റിക്കുന്നവരാണ്. കാരണം മാർക്സിസ്റ്റ് പാർട്ടി നിലനിൽക്കണമെങ്കിൽ യാഥാർത്ഥ്യബോധം ഉൾക്കൊള്ളണം. എന്താണ് യാഥാർത്ഥ്യബോധം? ഇവിടെ ഞാൻ ഭരണം പിടിക്കുകയാണ് ലക്ഷ്യമെങ്കിൽ സ്വന്തം കയ്യിൽ കിട്ടിയ കമ്മ്യൂണിസത്തെ, ഭരണത്തെ നഷ്ടപ്പെടുത്തിയ ആൾക്കാരാണ് റഷ്യയിലുള്ളത്, നഷ്ടപ്പെടുത്തിയ ആൾക്കാരാണ് ബംഗാളിലുള്ളത്. ജനങ്ങൾ റിജക്റ്റ് ചെയ്തു. ഭരണം കയ്യിലുണ്ടായിട്ട് ജനങ്ങൾ റിജക്റ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്?
സ്വന്തം കയ്യിലിരിപ്പോണ്ടാണ്. വളരെ യാഥാർത്ഥ്യത്തോടെ തിരിച്ചറിയാൻ കഴിയും. കൃത്യമായ ഒരു പോയിന്റിലേക്ക് തന്നെയാണ് താങ്കൾ എത്തിയിരിക്കുന്നത്. ന്യൂസ് ആൻഡ് വ്യൂസ് തുടരുന്നു. CPM പാർട്ടി കോൺഗ്രസിലെ ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ തീരുമാനങ്ങളിലേക്ക് എത്തുന്ന വിഷയങ്ങൾ തന്നെയാണ് നമ്മളിവിടെ ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ശ്രീ അജിത് കുമാർ, ഒരു ഇടതു ജനാധിപത്യ ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ബദൽ എന്നാണ് CPM ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടിരിക്കുന്ന പുതിയൊരു നീക്കം. എങ്ങനെ വിലയിരുത്തുന്നു? പ്രത്യേകിച്ചും കർഷക വിഭാഗങ്ങൾക്ക്, കൃഷിക്കാർക്ക്, കർഷക തൊഴിലാളികൾക്കെല്ലാം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ, ന്യൂനപക്ഷങ്ങൾ പ്രതീക്ഷയർപ്പിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ CPM-ന്റെ പാർട്ടി കോൺഗ്രസിൽ എടുക്കുന്ന തീരുമാനങ്ങളും നിലപാടുകളും സുപ്രധാനം തന്നെയല്ലേ? പ്രദീപ്, ഒന്ന് ഈ 40 വർഷമായിട്ട് എനിക്ക് ഒരു 10-15 വർഷം 10-13 വയസ്സ് മുതൽ നമുക്ക് ബോധം ഉദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം, രാഷ്ട്രീയ ബോധം 40 വർഷമായി കേൾക്കാൻ തുടങ്ങിയ മുദ്രാവാക്യം തന്നെയാണ് ഇപ്പോഴും മാർക്സിസ്റ്റ് പാർട്ടി ഉന്നയിക്കുന്നത്. അത് ഉപേക്ഷിക്കണം. ഇവിടെ ഹർത്താലും യാത്രയും വാഹന പ്രചരണ യാത്ര, കാൽനട യാത്ര, സൈക്കിൾ യാത്ര, ഇതിനൊക്കെ കാലഹരണപ്പെട്ടു. അതാദ്യം മനസ്സിലാക്കണം. അജിത് കുമാർ പറയുന്നത് ന്യായമുണ്ട് എന്ന് കരുതുന്ന ആളാണ്. അത് പാർട്ടിയും സംഘടനാ പ്രമേയങ്ങളിലൊക്കെ അംഗീകരിക്കുന്നുണ്ട്. മാമൂൽ രീതിയിലുള്ള സമരങ്ങൾ മാറ്റണം. എന്നിട്ടും ഒരു മാറ്റം സംഭവിക്കുന്നില്ല. ഈ ബാസുരേന്ദ്ര ബാബു ഉൾപ്പെടെ നക്സലൈറ്റ് ആയിരുന്നപ്പോൾ തലവെട്ട് രാഷ്ട്രീയം കൊണ്ടുവരുന്ന ആളാണ്. അതെ, ശരിയാണ്. ഞാൻ പറയുന്നത് അതെന്നിട്ടും മാമൂൽ സമര രൂപങ്ങൾ മാറ്റണമെന്ന് പറയുകയും മാറ്റാൻ കഴിയാതിരിക്കുകയും അങ്ങനെ പലതും പറയുന്നെങ്കിലും നടക്കാതിരിക്കുന്ന തരത്തിലുള്ള സംഘടനാ സംവിധാനങ്ങളാണ് അതിനുള്ളത്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ഇക്കാര്യത്തിനകത്ത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന മാറ്റങ്ങൾ നോക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ദേശീയമായ സങ്കല്പമുണ്ട്, കാഴ്ചപ്പാടുണ്ട്. പക്ഷേ ദേശീയമായ സംഘടനയില്ല. മറിച്ച് ദേശീയമായി സംഘടനയുള്ള ജനതാ പരിവാരത്തിനോ കോൺഗ്രസിനോ BJPക്ക് ദേശീയ കാഴ്ചപ്പാടുണ്ട്. ആ അർത്ഥത്തിൽ ദേശീയ സംഘടനകളുള്ളവർക്ക് ദേശീയ കാഴ്ചപ്പാടില്ലാതിരിക്കുന്നു. കോൺഗ്രസിൻ്റെ ഭാവി ഏകദേശം പൂർണ്ണമായും ഇന്ത്യയിൽ അസ്തമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം ആശാവഹമായ കാര്യങ്ങൾ നടക്കുന്നത് ജനതാ പരിവാർ ഒന്നിച്ചു വന്നുകൊണ്ട് ഒരുപക്ഷേ UP-ലും ബീഹാറിലും കർണാടകത്തിൽ പോലും വരുന്ന തെരഞ്ഞെടുപ്പിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞെന്ന് വരാം. പിന്നീട് വരുന്നത് ആം ആദ്മി പാർട്ടിയുമായി ബന്ധിപ്പിച്ചാണ്. ഈ സംഭവ വികാസങ്ങളിൽ നിന്ന് പാഠം പഠിച്ച് വീക്ഷണങ്ങൾ ഉത്പാദിപ്പിക്കാൻ കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് നഷ്ടപ്പെട്ട അതിന്റെ ഒരു യശസ്സുണ്ട്. രാംദാസ് ചേരുന്നു, പ്രവർത്തകനാണ്. ഇന്ന് സീതാറാം യെച്ചൂരി നടത്തിയ ഒരു പ്രമേയം ആദിവാസികൾക്കും ന്യൂനപക്ഷങ്ങൾക്കും പിന്നാക്ക വിഭാഗങ്ങൾക്ക് ദളിതർക്ക് വേണ്ടിയുള്ള സമരങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള ഒരുപാട് സമരമുഖത്തേക്ക് ഇറങ്ങാൻ തന്നെ CPM തീരുമാനിച്ചതായിട്ടുള്ള പ്രമേയമാണ് ഇന്ന് പാസ്സാക്കിയിരിക്കുന്നത്, ഇന്ന് അത് അവതരിപ്പിച്ചിരിക്കുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു ശ്രീ രാംദാസ്? പ്രദീപ്, വളരെ ആശാവഹമായ ഒരു പ്രമേയമായി വേണമെങ്കിൽ അതിനെ സമീപിക്കാം. അത് പാർട്ടി വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ അടുത്ത കുറെ കുറച്ച് മാസത്തേക്ക് ഏതൊക്കെ നടപടികളാണ് സ്വീകരിക്കുന്നത് എന്നതുകൂടി ആശ്രയിച്ചിരിക്കും അതിൻ്റെ ഒരു വിജയം. നമ്മളുടെ ഒരു മുന്നിലുള്ള ഒരു ഉദാഹരണം വെച്ച് നോക്കുമ്പോൾ വയനാട്ടിലെ ഉൾപ്പെടെയുള്ള ആദിവാസികളുടെയും ദളിത് വിഭാഗങ്ങളുടെയും ഒക്കെ പ്രശ്നങ്ങളിൽ ഒരു പ്രസ്താവനകൾക്കപ്പുറത്തേക്ക് ആത്മാർത്ഥമായിട്ടുള്ള ഒരു ശ്രമം, എന്തെങ്കിലും മുന്നേറ്റങ്ങൾ നടത്താൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കേണ്ടത്. നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. വയനാട്ടിലെ കാര്യം പരിശോധിച്ചാൽ നമുക്കറിയാം, ജനസംഖ്യയിലെ 7-8 ലക്ഷത്തോളം വരുന്ന ജനസംഖ്യയിൽ 1.5 ലക്ഷത്തോളം വയനാട്ടിലെ ആദിവാസികളാണ്. അതിൽ തന്നെ പട്ടികവർഗ വിഭാഗക്കാരാണ് ഏറ്റവും കൂടുതലുള്ളത്. രാംദാസ്, ഒന്ന് ലൈനിൽ തുടരൂ. ശ്രീ അജിത് കുമാർ ഇതിനെ കൂട്ടിച്ചേർത്ത് എന്തോ പറയുന്നു. ഞാൻ അട്ടപ്പാടി ആദിവാസി കോളനി അവിടെ പോവുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ആദിവാസികൾ നിരന്തരം ഇപ്പോഴും ആ പാവങ്ങൾ വല്ലപ്പോഴും എന്നെ വിളിക്കും, ഒരാവശ്യമുണ്ടെങ്കിൽ വിളിക്കുന്ന ആളാണ്. ഞാൻ ചോദിക്കുന്നത്, ഈ ആദിവാസികൾക്ക് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് നമ്മൾ കാഴ്ചപ്പാടേണ്ട ഏറ്റവും അടിസ്ഥാന വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കും എന്നാണ്. അട്ടപ്പാടി ഉൾപ്പെടെയുള്ള കേരളത്തിലെ ആദിവാസികൾക്ക് വേണ്ടി ആദിവാസി സംരക്ഷണ സമിതി എന്നൊരു സംഘടന ഉണ്ടാക്കിയിട്ട് ആദിവാസികളല്ലാത്തവരെ തലപ്പത്ത് കൊണ്ടുവന്ന് ചില പ്രഖ്യാപനങ്ങളും ചില സമരങ്ങളും രാഷ്ട്രീയ സമരങ്ങളും അല്ലാതെ എന്താ ചെയ്തിട്ടുള്ളത്? ഞാൻ പറയാം, അട്ടപ്പാടിയിൽ കോൺഗ്രസും CPM-ഉം എല്ലാം ഒറ്റക്കെട്ട സർവകക്ഷി യോഗം അവിടെ നടക്കുന്നത്. ആദിവാസികളെ ഇത്രയും ശിശുമരണം നടന്നിട്ട് അട്ടപ്പാടിയിലെ മാർക്സിസ്റ്റ് പാർട്ടി എന്ത് ചെയ്തു? അട്ടപ്പാടിയിൽ ഇടതുപക്ഷം എന്ത് ചെയ്തു? ഒരു തുണ്ട് ഭൂമി ആദിവാസി സംരക്ഷണ നിയമം നടപ്പായിട്ട് ഒരു തുണ്ട് ഭൂമി തിരിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? 5 വർഷം ഭരിച്ചില്ലേ? അവിടെ AK ബാലൻ മന്ത്രിയായപ്പോൾ എന്തായത്? ആദിവാസി കോളനിയിലേക്ക് വൈദ്യുത ലൈൻ വലിക്കുന്നു. എന്തിനു വേണ്ടിയാ? അത് റിസോർട്ട് മാഫിയയ്ക്ക് വേണ്ടി. അങ്ങനെ കള്ളന്മാർക്ക് കൂട്ടുനിൽക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രാദേശിക നേതൃത്വത്തെ നിലയ്ക്ക് നിർത്താൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല? അതുകൊണ്ട് ആദിവാസികളെക്കുറിച്ചും ജനപാവങ്ങളെക്കുറിച്ചും തിരുത്തി മുന്നോട്ട് പോകുക എന്നുള്ള നിലപാടാണ്. ശ്രീ SR ശക്തിധരൻ പറയൂ.
ഒരു തുണ്ട് ഭൂമി കൊടുക്കാൻ കഴിയില്ല. ഭൂമിയെല്ലാം കൊടുത്തിട്ടുണ്ട്. വേറെ ആരെ ഇവിടെ ഭൂമി കൊടുത്ത അതൊക്കെ വെറുതെ അജിത്ത് പറയുന്നതാണ്. അവർക്ക് ഭൂമി അത് നിങ്ങൾ വെറുതെ ഉപരിവിപ്ലവമായിട്ട് പാർട്ടിയെ വിമർശിക്കുന്നതിന് തർക്കിക്കാൻ ഞാൻ അല്ല. ആ കാര്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി തന്നെയാണ് ആ രംഗത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ഒരു ചുക്കും ചെയ്തിട്ടില്ല. നിങ്ങൾ പറയുന്നതല്ലേ ഒരു ചുക്കും ചെയ്തിട്ടില്ല. ഒരു കാര്യം ഞാൻ പറയാം, എല്ലാ മേജർ രാഷ്ട്രീയ പാർട്ടികളും ആദിവാസികളെ ചൂഷണം ചെയ്യുന്ന കാര്യത്തിൽ ഏതാണ്ട് ഏകകണ്ഠമായി നിൽക്കുന്നു എന്നുള്ള ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അതിനോട് ഒരു പരിധിവരെ ഞാൻ യോജിക്കാം. രാംദാസ് എന്ത് പറയുന്നു? രാംദാസിന്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. സംബന്ധിച്ചിടത്തോളം അവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആ കാര്യത്തിൽ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ അതൊന്നും ആഴത്തിൽ പഠിക്കില്ല. പാലക്കാട്ടെ കാര്യം എനിക്കറിയാം, അട്ടപ്പാടിയിലെ കാര്യം എനിക്കറിയാം. പറ രാംദാസ് ഒരു സെന്റ് ഭൂമി കൊടുത്തു. ഇപ്പൊ ഇതില് യഥാർത്ഥത്തിൽ ഈ ചർച്ചയിൽ പങ്കെടുത്ത ശക്തിധരൻ പറയുന്നതും അജിത് സാർ പറയുന്നതും ഒക്കെ നമുക്കത് ആ രീതിയിൽ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ വയനാട്ടിലെ കാര്യത്തിൽ നമുക്ക് പ്രത്യേകിച്ച് പറയാൻ കഴിയുന്ന കാര്യം, അതായത് ആദിവാസി ക്ഷേമ സമിതി രൂപീകരിക്കുന്നത് 2000-ലാണ്. അപ്പൊ ഈ 2000-ൽ ഇപ്പോൾ അതിന് 46,000-ഓളം അംഗങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ സത്യത്തിൽ വയനാട് ജില്ലയിൽ അതായത് CPM-ന്റെ പോഷക സംഘടനയായി പ്രവർത്തിക്കുന്ന ആദിവാസി ക്ഷേമ സമിതിയിൽ 46,000-ഓളം അംഗങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ വെറും 500-ഓളം ആളുകൾ മാത്രമാണ് പാർട്ടി അംഗങ്ങളായിട്ടുള്ളത്. ജനസംഖ്യയുടെ ഒരു അനുപാതം വെച്ച് നോക്കുകയാണെങ്കിൽ പോലും ആദിവാസികളോ ദളിതരോ പാർട്ടിയിലേക്ക് വരാൻ ഇതുവരെ മടിച്ചിട്ടുണ്ട്. അപ്പൊ അതിനുള്ള ഒരു തിരിച്ചറിവിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രമേയമെങ്കിൽ അതിനെ നമ്മൾ അംഗീകരിക്കേണ്ടി വരും. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ഗണത്തിൽ CPM ഉൾപ്പെടെയുള്ള പാർട്ടികളും പെട്ടിട്ടുണ്ട്. കാരണം ആദിവാസികൾക്ക് വേണ്ടി സമരം നടത്തുന്നുണ്ട് പല ഘട്ടങ്ങളിലും. പക്ഷേ ആദിവാസികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന സ്വതന്ത്ര ഗ്രൂപ്പുകളുണ്ട്. അവരെ കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ടുള്ള അവരെ കൂടി ചേർത്തുകൊണ്ടുള്ള വലിയൊരു മൂവ്മെന്റിന് CPM തയ്യാറാവുമോ എന്നതാണ് നമുക്ക് നോക്കാനുള്ളത്. പ്രമേയങ്ങൾ പലതും വരികയും പല പ്രസ്താവനകൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യപ്പെടും. ഫലത്തിൽ യഥാർത്ഥത്തിലുള്ള ഈ മനുഷ്യരുടെ അവസ്ഥ എന്താണെന്നുള്ളത് വേറൊരു കാര്യം കൂടി നമുക്ക് കൃത്യമായിട്ട് നോക്കാൻ കഴിയും. ഭൂപരിഷ്കരണ നിയമത്തിന്റെ ദുരന്തം അനുഭവിച്ച ഒരു ജനതയാണ് യഥാർത്ഥത്തിൽ വയനാട്ടിൽ ഉൾപ്പെടെയുള്ള ആദിവാസികൾ. കാരണം കൈവശക്കാരന് ഭൂമി കൊടുക്കുക, അതുവരെ ഭൂമി അവരുടെ സ്വന്തം, അവർ പട്ടയമോ രേഖയോ ഒന്നും അല്ല ഈ യഥാർത്ഥത്തിൽ ആദിവാസികളുടെ ഭൂമി എന്ന സങ്കല്പം. അവർ യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്നത് അവർ ജീവിക്കാനുള്ള ഒരു ഇടമായിട്ടാണ് ഈ ഭൂമിയെ കണ്ടിരുന്നത്. കൃഷി ചെയ്യാനുള്ള ഇടം ആയിട്ടാണ്, അവർ കച്ചവട വസ്തുവായിട്ടല്ല കണ്ടത്. അങ്ങനെയുള്ള ആദിവാസികളെ നമ്മളെ ഭൂപരിഷ്കരണ നിയമം വന്നപ്പോൾ കാട്ടിൽ രാംദാസ് ഒരു കാര്യം, ഭൂപരിഷ്കരണ നിയമമല്ല, അതിനുശേഷം ആദിവാസി ഭൂസംരക്ഷണ നിയമം വന്നു. അത് കേരള നിയമസഭ വെള്ളം ചേർത്തത് വേറെ കാര്യം. പക്ഷേ ആദിവാസി ഭൂസംരക്ഷണ നിയമം വന്നപ്പോൾ ആദിവാസികളുടെ ഭൂമി മറ്റാർക്കും കൈമാറ്റം ചെയ്യാൻ പറ്റില്ല. അതുകൂടി നമ്മൾ മനസ്സിലാക്കാം. ആ ഭാഗത്തേക്ക് ഇവർ കിടക്കുന്നില്ല. ആദിവാസികളുടെ ഭൂമി മുഴുവൻ കയ്യേറിയിട്ടുള്ളത് ഒരു പ്രത്യേക വിഭാഗം കേരളത്തിന്റെ ചില ഭാഗങ്ങളിൽ നിന്ന്. നിങ്ങൾ 5 വർഷം ഭരിച്ചല്ലോ, എന്തുകൊണ്ട് തിരിച്ചു കൊടുത്തില്ല? ബുദ്ധിമുട്ടുകളുണ്ട്. എന്ത് ബുദ്ധിമുട്ട്? അതൊക്കെ ബുദ്ധിമുട്ട്. നിയമവർക്ക് അനുകൂലം മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുന്നു, തൊഴിലാളി വർഗ നിയമം നടപ്പാക്കേണ്ടതാരാ? അജിത്തിനെ പോലുള്ള ആള് നടക്കുക. ഞാൻ ഉദ്ദേശിച്ചത് അവിടെ ഹരിജനങ്ങളും പട്ടികക്കാരും വാർത്താ സമ്മേളനത്തിൽ ഞാൻ എന്തുകൊണ്ട് ഈ നമ്മളുടെ ഈ പറയുന്ന ഭൂപരിഷ്കരണ നിയമം തെറ്റായിരുന്നു? കേരളത്തിലെ മുഴുവൻ കൈവശ ഭൂമിയുള്ള ആളുകൾക്ക് പട്ടയം ലഭിച്ചപ്പോൾ തെറ്റായിട്ടൊന്നുമല്ല. ഇത് നടപ്പാക്കേണ്ട ഉദ്യോഗസ്ഥ വൃന്ദം നമ്മുടെ രാജ്യത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കെതിരായിട്ട് ഇന്ന് പ്രകാശ് കാരാട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഒരു വാർത്താലേഖകൻ ഒരു ചോദ്യം ചോദിച്ചു. CPIM-ന്റെ കേന്ദ്ര നേതൃത്വത്തിൽ വരെ ഈ ദളിതർക്ക് എത്രമാത്രം പ്രാതിനിധ്യം നൽകുന്നുണ്ട്, നിങ്ങൾ കാത്തിരുന്ന് കാണുക, 2 ദിവസത്തിന് ശേഷം ഞാൻ ഇതിന് തക്കതായ മറുപടി നൽകും എന്നാണ് പ്രകാശ് കാരാട്ട് പറഞ്ഞത്. അത് പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന കാര്യം തന്നെയല്ലേ? മാറ്റങ്ങളല്ലേ ആവശ്യം? പാർട്ടിയിൽ തെറ്റിദ്ധരുത്താനുള്ള സാഹചര്യം. ഈ ദളിതരെ രക്ഷിക്കാൻ ദളിതർ തന്നെ വേണം എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം എന്തറിയോ, ഇപ്പോൾ മന്ത്രിമാർ പങ്കെടുക്കുന്ന ആദിവാസി മീറ്റിങ്ങുകളിൽ ഈ പുട്ടിന് പീര വെക്കുന്നത് പോലെ കുറെ ആദിവാസികളെ കൊണ്ടിരുത്തും. പുട്ടി ഉടുപ്പൊക്കെ ഇടിച്ച് മിടുക്കന്മാരായിട്ട്. അവരൊന്നും അല്ല. ആദിവാസികളെ തന്നെ വേണമെന്നില്ല. വികാരപരമായി കാണേണ്ട കാര്യമില്ല. കാരണം ഒപ്പം ഈ രാജ്യത്തെ എല്ലാ ജാതിക്കാരും അവരവരുടെ കാര്യം. ഇന്നത് ഒരു ദേശീയ CPIM-ന്റെ ജനറൽ സെക്രട്ടറി ഒരു വിഷയമായി, അല്ലെങ്കിൽ സീതാറാം യെച്ചൂരി ഇന്നതൊരു പ്രമേയമായി പാർട്ടി കോൺഗ്രസിൽ ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് തന്നെ വഴിവെച്ചത്. അത് വളരെ ശുഭോദർക്കമല്ലേ? ഇത്ര വർഷം എടുത്തല്ലോ മനസ്സിലാക്കാൻ. ആയിക്കോട്ടെ. നമുക്ക് മറ്റൊരു വിഷയം കൂടി ഇന്ന് ചർച്ചയ്ക്ക് എടുക്കേണ്ടതുണ്ട്. കോൺഗ്രസിനും 6 ജനതാ പരിവാർ പാർട്ടികൾ ലയിച്ച ഒറ്റ പാർട്ടിയായ ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നു.